അപ്പൊ എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമമൊക്കെ അങ്ങ് തീരട്ടെ. പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. സോഷ്യൽ മീഡിയയിൽ രേണു സുധി കണ്ടന്റുകൾ വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് രേണു സുധിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചതിന് ശേഷം ഈ പറയുന്ന പല വീഡിയോസും കാര്യങ്ങളൊക്കെ രേണുവിൻ്റെ പേജിൽ നിന്നും മറ്റുള്ള സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ പറയുന്ന അസുഖം മൂലം വല്ലാതെ ഈ പറയുന്ന ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് സംഘർഷം ഈ പറയുന്ന രേണു സുധി അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ്, അതായത് ഒരു 3 ദിവസം മുമ്പ് നമ്മുടെ കിച്ചു സുധി, അതായത് രേണു സുധിയുടെ മൂത്ത മകനായിട്ടുള്ള കിച്ചുവിൻ്റെ ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന ജനങ്ങളൊക്കെ പറയുന്നത് കേട്ടു, സമാധാനം ആവേണ്ടവർക്ക് അങ്ങോട്ട് ആയിക്കോട്ടെ, പോവാനായിട്ട് തീരുമാനിച്ചു. അതായത് രേണു സുധിയെ കാണാനായിട്ട് ഈ ഒരു ക്യാൻസർ ആണെന്ന് അറിഞ്ഞതിന് ശേഷം കിച്ചു പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ എല്ലാവരും, നമ്മൾ ഉൾപ്പെടെ എല്ലാവരും വീഡിയോ ചെയ്ത് പറഞ്ഞൊരു കാര്യമാണ്, കിച്ചു ഈ ഒരു സാഹചര്യത്തിൽ രേണു സുധിയെ ഒറ്റക്കാക്കരുത്, രേണുവിന് കിച്ചുവിനെ കാണാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ കിച്ചു എന്തായാലും പോയി കാണണം എന്ന് കിച്ചുവിനോട് എല്ലാവരും ഒരുപോലെ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഇത് ബന്ധപ്പെട്ടുകൊണ്ട് കിച്ചു വിട്ടൊരു വീഡിയോ ആണ്, കാണുന്നവർക്കൊക്കെ സമാധാനം ആയിക്കോട്ടെ, ഞാൻ പോയി കാണാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് ഒത്തിരി പേരാണ് കിച്ചുവിനെ എതിർത്ത് സംസാരിച്ചത്. കാരണം മറ്റൊന്നുമല്ല, ഈ പറയുന്ന ആ ഒരു പറച്ചിലുള്ള ആ ഒരു ഇഷ്ടക്കേടും, അതായത് ആർക്കോ വേണ്ടി കാണാൻ പോകുന്നത് പോലെ അങ്ങനെ പോകേണ്ട യാതൊരു ആവശ്യവുമില്ല. ഞാനും ആ ഒരു വീഡിയോ കണ്ടപ്പോൾ പേഴ്സണലി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒരു അസുഖം മൂലം വന്ന് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കാണാനായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ പോയാൽ മതി. സോഷ്യൽ മീഡിയയിൽ ആളുകൾ പറയുന്നതോ ഈ പറയുന്ന ഫോളോവേഴ്സിന് ഇഷ്ടം തോന്നാനോ അങ്ങനെ പോയി കാണേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും ഈ ഒരു ഗട്ട് ഫീലിംഗ് തന്നെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുപോലെ പറഞ്ഞാണ് വേണമെങ്കിൽ പോയി കണ്ടാൽ മതി, അല്ലാണ്ട് ജനങ്ങൾ പറയുന്നു അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോയി കണ്ടേക്കാം എന്നുള്ള രീതിയിലല്ല ഈ പറയുന്ന സ്വന്തം അമ്മയല്ലെങ്കിലും അമ്മയുടെ സ്ഥാനത്ത് കാണുന്ന ആ ഒരു വ്യക്തിയെ പോയി കാണേണ്ടത് അങ്ങനെയല്ല. അപ്പോൾ അത്തരത്തിൽ പറഞ്ഞുകൊണ്ട് കിച്ചു ഒരു വീഡിയോ ഇട്ടു. അതിനുശേഷം കിച്ചുവിൻ്റെ അടുത്ത് ഒത്തിരി പേര് ഈ ഒരു വീഡിയോ ഇട്ടതിനോടനുബന്ധിച്ചുകൊണ്ട് ഒരുപാട് പേര് കിച്ചുവിനെ എതിർത്തുകൊണ്ട് പല വീഡിയോസും പല കമൻസും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കിച്ചു മറ്റൊരു വീഡിയോ ഇട്ടു. അതായത് അമ്മയുടെ സ്നേഹത്തിന് വിലയില്ല, അമ്മയുടെ സ്നേഹം എന്താണെന്ന് അറിയാത്തവനാണ് എന്നുള്ള രീതിയിലുള്ള പല കമൻസിനും പല വീഡിയോസിനും ഈ പറയുന്ന റിപ്ലൈ ആയിട്ട് കിച്ചു ഒരു വീഡിയോ തൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പറയുന്ന അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ 2ാമത്തെ വയസ്സിൽ എൻ്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈഫ് സ്റ്റോറിയിൽ കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള അമ്മ സാധനം ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണിത്, മനസ്സിലായത്? അപ്പോൾ ഞാൻ ഇത് കണ്ടിട്ട് മെസ്സേജ് ഇട്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഋതപ്പൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഋതപ്പൻ്റെ കൂടെ പഠിക്കുന്നവരാണെങ്കിലും ഇപ്പം മിക്ക പിള്ളേരാണെങ്കിലും പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പം അതുവരെ കാണുന്നതായിരിക്കും. അപ്പം അവനെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് തന്ന റിപ്ലൈ, ഞാൻ ചെയ്തതിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നുന്നില്ല, എനിക്ക് അതിൽ നിന്ന് 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കിച്ചു കൃത്യമായിട്ട് കാണിക്കുന്ന ഒരു പെർട്ടിക്കുലർ സീനുണ്ട്. അതായത് രേണു സുധി ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷനിലൂടെ ഈ പറയുന്ന പൈസക്ക് വേണ്ടി ചെയ്തൊരു വീഡിയോ, അതായത് ചില ന്യൂഡ് സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന 18+ കണ്ടന്റുകൾ ചെറുതായിട്ടൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ രേണു സുധി, അത് ആ സമയത്ത് രേണു ആ വീഡിയോ ചെയ്തത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ടൊരു ഹെയ്റ്റേഴ്സിന് ഉണ്ടാക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന പോലെ ഈ ഒരു കിച്ചു കാണിച്ചതും ഇതേ പെർട്ടിക്കുലർ വീഡിയോ തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം പലരും പറഞ്ഞു ശരിയാണ്, ആ ഒരു പയ്യൻ്റെ സാഹചര്യം ശരിയാണ്. ഈ പറയുന്ന പോലെ ഈ ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാം ഐഡിയിൽ പോസ്റ്റ് ചെയ്തതിന് ശേഷം കിച്ചു രേണുവിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ ഞാൻ ഇതുവരെ ഒരു കാര്യവും ആവശ്യപ്പെട്ടില്ല, ഋതപ്പനെ ഓർത്തെങ്കിലും രേണു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിച്ചു ഇത്തരത്തിൽ രേണു സുധിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചാറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കിച്ചു കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ കിച്ചുവിന് ഇതിനോട് പേഴ്സണലി താല്പര്യമില്ല. ആ ഒരു പെർട്ടിക്കുലർ സീന് ശേഷമാണ് ഇത്തരത്തിൽ ഇവർ തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടായത്. അതിനുശേഷമാണ് കിച്ചു രേണുവിനെ വിളിക്കാത്തതും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയാത്തതും അറിയാത്തതും എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലായി. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ കിച്ചുവിൻ്റെ ഭാഗത്ത് ചില ന്യായങ്ങളുണ്ട്. അതായത് ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, ഈ ഇളയ കുട്ടിയായിട്ടുള്ള ഋതപ്പനായാലും ഈ പറയുന്ന കിച്ചുവിനായാലും സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നല്ല സമൂഹത്തിൽ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ഈ കാര്യം അല്ലെങ്കിൽ ഇത്തരത്തിൽ രേണു ചെയ്യുന്ന പല കാര്യങ്ങളും അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട്
ഈ പറയുന്ന കിച്ചു ഒരു ഗ്യാപ്പ് ഇട്ടു, അതുള്ളത് തന്നെയാണ്. ദെൻ അതിനുശേഷം കിച്ചു ഇട്ട വീഡിയോന് രേണു സുധി ഒരു റിപ്ലൈ വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കണ്ടു നോക്കാം, എന്നിട്ട് അതിനെ ബന്ധപ്പെട്ട് സംസാരിക്കാം. നിങ്ങൾ ചാറ്റ് കാണും. കിച്ചു സാൻ ഫുള്ള് കാണാവോ ചാറ്റ്? ഇതാണ് എന്റെ ചാറ്റ് കാണിച്ചുകൊണ്ടാണ് ഞാനിത് പുറത്ത് വിട്ടത് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വിടത്തില്ലായിരുന്നു മോനെ. കിച്ചു ഞാൻ തമ്മിലുള്ള ചാറ്റാണ്, സബ്സ്ക്രിപ്ഷന്റെ കാര്യമാണ്. അപ്പൊ എന്റെ കുഞ്ഞു മോനെ കിച്ചു, നീ സമ്മതിച്ചുകൊണ്ടാണ് അമ്മ ഇത് ചെയ്തത്. പിന്നെ മോൻ ഗുഡെന്ന് പറഞ്ഞുകൊണ്ടാണ് മോൻ അന്ന് എന്നോട് പറയാനേ അമ്മേ അത് വേണ്ട കേട്ടോ എന്ന് പറയാൻ അമ്മ ഇത് ചെയ്യത്തില്ലായിരുന്നു മോനെ. മോൻ ഗുഡ് നന്നായെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത്. തുടങ്ങി അന്നാണെന്ന് നിങ്ങൾ ഓർത്തോണം. എന്റെ തുടങ്ങി അന്ന് 500 സബ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ കിച്ചു എന്താ എന്നോട് പറഞ്ഞ മറുപടി? നിങ്ങൾ മേലെ ഇത് ചെയ്യരുതെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഇനി ഇത് ഒരിക്കലും ചെയ്യരുതെന്ന് കിച്ചു അന്ന് എന്നോട് പറയുമായിരുന്നെങ്കിൽ മോനെ കിച്ചു അമ്മ സബ്സ്ക്രിപ്ഷൻ തുടങ്ങത്തില്ലായിരുന്നു. പക്ഷെ മോൻ എന്നാ പറഞ്ഞെന്നറിയോ? ഗുഡെന്ന്. അതിനുശേഷം ഞാൻ പറഞ്ഞ 600 കഴിഞ്ഞു, 150 രൂപയാണ്. അപ്പൊ കിച്ചു പറയാട്ടാ 150. നിങ്ങൾ കണ്ടോ? എന്നെ വെറുതെ വിട് കിച്ചു എന്നെ വെറുതെ വിട്. പിന്നെ നമുക്ക് രണ്ടുപേർക്കും അറിയുന്ന പല കാര്യങ്ങളുണ്ട് അല്ലെ കിച്ചു? ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. സോ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കിച്ചു. എന്റെ ഞാൻ ക്യാൻസർ വന്ന് ഇനി ഞാൻ മരിച്ചാൽ പോലും എനിക്ക് നീ ഒന്നും ചെയ്യണ്ട. എന്റെ ഋതപ്പൻ, എന്റെ കുഞ്ഞ്, ഞാൻ പ്രസവിച്ച എന്റെ ഒരേ ഒരു കുഞ്ഞ്, നിന്നെ ഞാൻ ആ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചു. നിന്നെ ഞാൻ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ നിനക്ക് എന്റെ സബ്സ്ക്രിപ്ഷനിൽ കിട്ടിയ പൈസ വരെ ഞാൻ നിനക്ക് തന്നു. ഒരുപാട് പൈസകൾ ഞാൻ ഉറക്കമൊളിച്ച്, ഞാൻ ആൽബങ്ങൾ ചെയ്തത്, ഞാൻ ഉറക്കമൊളിച്ച് ഗൾഫിൽ പോയി പ്രമോഷൻ ചെയ്തത് എല്ലാം ഞാൻ നിനക്ക് അതിൽ നിന്ന് ഒരു ഓഹരി ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. നീ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ആ ചാറ്റുകളെല്ലാം എന്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ കാണിക്കത്തില്ല കിച്ചു. നീ അല്ല ഞാൻ. രാഹുൽ ദാസിനെ പറ്റി എന്നെ പറ്റി പറയുന്നല്ലോ സബ്സ്ക്രിപ്ഷൻ. ഞാൻ സബ്സ്ക്രിപ്ഷൻ അല്ലേ തുടങ്ങിയുള്ളൂ നിയമപരമായിട്ട്. നിയമവിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. കിച്ചു നീ ഇപ്പോഴല്ലേ 1 വർഷമായിട്ടല്ലേ നീ ഇപ്പം സ്വന്തം കാര്യം നിൽക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതിനു മുന്നേ ഒരു രാഹുൽദാസ് ഉണ്ടായിരുന്നു. ചിങ്ങവനം ഭാഗം, കൊല്ലാട് ഭാഗം, അതുപോലെ ഈ പൊങ്ങന്താനം, ഈ തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷൻ, വാകത്താനം പോലീസ് സ്റ്റേഷൻ ഒന്ന് തിരക്കി നോക്ക് രാഹുൽദാസിനെ പറ്റി. അറിയാനുള്ളവരോടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു കാണും. ഈ ഒരു വീഡിയോയിൽ രേണു സുധി പറയുന്നൊരു കാര്യം, അല്ലെങ്കിൽ കാണിക്കുന്ന ഒരു ചാറ്റ്, അതായത് ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമിൽ പൈസ വാങ്ങിയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കൃത്യമായിട്ട് കിച്ചുവിൻ്റെ അനുവാദം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കിച്ചു ഗുഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ചെയ്തിരുന്നത്. അതായത് 500 സബ്സ്ക്രൈബേഴ്സായി, 600 സബ്സ്ക്രൈബേഴ്സായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേണു സുധി കിച്ചുവിൻ്റെ അടുത്ത് പറഞ്ഞ സമയത്ത് കിച്ചു അത് ഓക്കെ ഗുഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രേണു സുധി അത് ചെയ്തത്. ആ ഒരു സമയത്ത് തന്നെ കിച്ചു അമ്മ ഇത് വേണ്ട, നമുക്ക് ഈ ഒരു ഇങ്ങനൊരു പരിപാടി വേണ്ട, ഇത് ഋതപ്പനെ മോശമായിട്ട് അഫക്റ്റ് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് രേണു സുധി ഇത് ചെയ്യില്ലായിരുന്നു എന്നാണ് രേണു സുധി ആ ഒരു വീഡിയോയിൽ പറഞ്ഞത്. പിന്നീട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, കിച്ചു രേണുവിൻ്റെ ചാറ്റ് പുറത്ത് വിട്ടത് കൊണ്ടാണ് കിച്ചുവിൻ്റെ ചാറ്റും ഇതുപോലെ വിടുന്നതെന്ന്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഈ പറയുന്ന കിച്ചു കാണിച്ചത് രേണുവിൻ്റെ ഒറിജിനൽ ചാറ്റാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് രേണുവിൻ്റെ ചാറ്റ് എടുത്തിട്ടാണ് കിച്ചു കാണിച്ചത്. പക്ഷേ രേണു കാണിച്ചത് ഗാലറി കയറിയിട്ടൊരു സ്ക്രീൻഷോട്ടാണ്. ആ സ്ക്രീൻഷോട്ട് കാണുന്ന ബുദ്ധിയുള്ളവനാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും അതൊക്കെ ഫേക്ക് ആയിട്ടുള്ളൊരു സ്ക്രീൻഷോട്ടാണ്. കാരണം 1 മിനിറ്റിൽ തന്നെയാണ് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുള്ളത്. ഇത്രയും ചാറ്റിങ് 1 മിനിറ്റിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. കിച്ചു ഓൺലൈൻ ഉണ്ടെങ്കിൽ പോലും ഇത്രയും ചാറ്റിങ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ 500 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയി. അതിനുശേഷം 1 മിനിറ്റ് പോലും സമയം എടുക്കാണ്ട് അടുത്ത മെസ്സേജ് 600 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയി. അതിന് താഴെയാണ് കിച്ചു ഗുഡ് എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാറ്റിങ് ഫേക്ക് ആണെന്നുള്ള കാര്യം സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ചാറ്റ് കണ്ട പലർക്കും മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ചാറ്റ് കാണിക്കാതെ ഇത്തരത്തിൽ ഗാലറിയിൽ നിന്ന് എടുത്ത ഒരു ഫോട്ടോയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാറ്റ് ഒരിക്കലും ഒറിജിനലാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. ഈ ഒരു ചാറ്റിംഗ് വന്നിരിക്കുന്നത് 12 മണിക്കാണ്. അതേ 12 മണിക്ക് 1 മിനിറ്റ് പോലും ആകാതെ ഒത്തിരി ചാറ്റിംഗ് വന്നിട്ടുണ്ട്. അതിനകത്താണ് ഈ ഒരു കോൺവെർസേഷൻ മൊത്തം വന്നിരിക്കുന്നത്. അതായത് 500 സബ്സ്ക്രൈബേഴ്സായി, 600 സബ്സ്ക്രൈബേഴ്സായി എന്നൊക്കെ രേണു പറയുന്നത് അറ്റ് എ ടൈമാണ്. അപ്പോൾ ഈ ഒരു ചാറ്റിംഗ് അട്ടർ ഫേക്ക് ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ക്യാൻസറൊക്കെ ബാധിച്ച് ഇപ്പോൾ ഒരുപാട് ജനങ്ങൾ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, രേണുവിനെ സഹായിക്കുന്നുണ്ട്, രേണുവിൻ്റെ ഈ ഒരു മോശം അവസ്ഥയിൽ കൂടെ നിൽക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് റിക്കവർ ആവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഒരു മോശം അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ബുദ്ധിമുട്ടുകളുള്ള സമയത്തും കിച്ചുവിനെ പറ്റി ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അത്ര ശരിയായില്ല. കാരണം കിച്ചുവിൻ്റെ പേരിൽ കേസുണ്ട്. മറ്റേ ചിങ്ങവനത്ത് പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചറിയാൻ പറ്റും രാഹുൽ ദാസ് ആരാണെന്നും. അങ്ങനെ ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ?
അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഈ പറയുന്ന ചിങ്ങവനത്തുണ്ടായ ആ ഒരു ഇഷ്യൂ അത് നമുക്ക് കുറച്ച് നാളുകൾക്കും പറയാം, ഏകദേശം ഒരു 1.5 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ആ ഒരു കണ്ടന്റ് ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കിച്ചുവിനെ എന്തോ പോലീസ് അറസ്റ്റ് ചെയ്തായിരുന്നു, എന്തോ ഡ്രഗ്സ് ഉപയോഗിച്ചു എന്നുള്ള ഒരു കേസിന്റെ അടിസ്ഥാനത്തിൽ കിച്ചുവിന് എന്തോ പോലീസ് കസ്റ്റഡിയിൽ എന്തുകൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് രേണുസുതിയാണ് അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു കോൺട്രവേഴ്സി ഈ പറയുന്ന 1.5 വർഷം മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ദാസ് ആരാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ചിങ്ങവനത്തൊക്കെ പോയിട്ട് അന്വേഷിക്കാനായിട്ട് രേണുസുതി പറഞ്ഞത്. അപ്പോൾ ഈ പറയുന്ന കോട്ടയം ചിങ്ങവനത്താണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത്. അപ്പോൾ രേണുസുതി പറയുന്നൊരു കാര്യം, ഇത്തരത്തിൽ നിയമത്തിന് അടിസ്ഥാനമല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ നിയമത്തിനെതിരായിട്ട് കിച്ചു സുധി ഇത്തരത്തിൽ പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. രേണുസുതി നിയമം തെറ്റിച്ചുകൊണ്ട് ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ എന്നെ ഉപദ്രവിക്കാൻ വരല്ലേ കിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തൊഴുതു പിടിച്ചൊക്കെയാണ് രേണുസുതി ആ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കിച്ചുവിനെ പറ്റി പറഞ്ഞതും ശരിയായില്ല. അത് നമ്മൾ പറയണമല്ലോ. ഈ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ ഒരാളുടെ മോശം അവസ്ഥയാണെങ്കിലും അയാൾക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും പറയുമ്പോൾ 2 ഭാഗവും നമ്മൾ പറയണം. ഈ പറയുന്നത് പോലെ കിച്ചുവിന് അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന പലരും ഉണ്ട്. ശരിയാണ്, കിച്ചുവിന് അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല. കിച്ചുവിന് ഏതാണ്ടും പ്രായം എന്തോ 1 or 2 ഒക്കെ ഉള്ളപ്പോഴാണ് കിച്ചുവിൻ്റെ യഥാർത്ഥ അമ്മ കിച്ചുവിനെ വിട്ടു പോകുന്നത്. അതിനുശേഷമാണ് രേണുസുതി കിച്ചുവിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പോഴും ഒത്തിരി പ്രശ്നങ്ങൾ ഇവർക്കിടയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യമാണ്. അതൊക്കെ പോട്ടെ, എന്തൊക്കെയാണെങ്കിലും അതൊക്കെ പണ്ടത്തെ കാര്യമാണ്. അതൊക്കെ പറഞ്ഞിപ്പോൾ ഒരു ചർച്ചയാക്കേണ്ട ആവശ്യമില്ല. അപ്പം എന്തുണ്ടെങ്കിൽ തന്നെ കിച്ചു സുധി ആദ്യം ഇട്ട ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ, അതായത് ജനങ്ങൾക്ക് സമാധാനം ആയിക്കോട്ടെ, പറയുന്നവർക്ക് പറയട്ടെ, ഞാൻ പോയി കാണാൻ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അത് പേഴ്സണലി എനിക്ക് യാതൊരു അഭിപ്രായം വരാത്തില്ല. കാരണം ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സ് പറഞ്ഞിട്ടോ മറ്റുള്ളവർക്ക് സന്തോഷം വരാനോ അല്ല ഒരാളുടെ മോശം അവസ്ഥയിൽ അയാളെ പോയി കാണേണ്ടത്. എപ്പോഴൊക്കെയോ കിച്ചുവിൻ്റെ കൂടെ നിന്നിട്ടുണ്ട്, കിച്ചുവിന് ആവശ്യമായിട്ടുള്ള പൈസകൾ അയച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. രേണുസുതി ഒത്തിരി പൈസ കിച്ചുവിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പൈസയൊക്കെ രേണുസുതി ഇത്തരത്തിൽ ആൽബത്തിൽ അഭിനയിച്ചും ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിച്ചും ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷനിലൂടെ ഉണ്ടാക്കിയത് തന്നെയാണ്. അതിനകത്തൊക്കെ യാതൊരു തെറ്റുമില്ല. ഈ പറയുന്ന പോലെ ഇൻസ്റ്റഗ്രാമിൽ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ഫീഡൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത്തരത്തിൽ പൈസ ഉണ്ടാക്കാനുള്ളവർക്ക് ഉണ്ടാക്കാൻ തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ കിച്ചുവിന് അത് പേഴ്സണലി ഇഷ്ടമായിരുന്നില്ല. കിച്ചു അത് രേണുവിനെ നേരിട്ട് അറിയിച്ചു. ഋതപ്പന് ഇത് മോശമായിട്ട് വരും, ഇങ്ങനെ ചെയ്യരുതെന്നുള്ള കാര്യം രേണുസുതി അറിയിച്ചതിന് ശേഷവും രേണു പറഞ്ഞ ഒരു കാര്യമാണ്, ഞാൻ മോശമായിട്ടൊന്നും ചെയ്തിട്ടില്ല, ഇതൊക്കെ പലരും ചെയ്യുന്നത് തന്നെയാണ് എന്നുള്ള രീതിയിൽ രേണുസുതി ഒരു മറുപടി കൊടുത്ത സമയത്ത് കിച്ചു അത് അവിടെ വെച്ച് ക്ലോസ് ചെയ്തു. ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ ഒരു കാര്യത്തിനകത്ത് രേണുവിനെ മാത്രമോ അല്ലെങ്കിൽ കിച്ചുവിനെ മാത്രമോ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. 2 പക്ഷത്തും ഇരുവർക്കും ന്യായങ്ങളുണ്ട്. ഈ പറയുന്ന രേണുസുതി സമ്പാദിച്ച പൈസയുടെ ഒരു പങ്ക് കിച്ചുവിന് കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന ഋത്തപ്പൻ ഉൾപ്പെടെയുള്ള രേണുസുതിയുടെ ഇപ്പോഴത്തെ ഫാമിലിയെ നോക്കാനാണ് സുധി പോയതിനു ശേഷം രേണു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. അതുപോലെ തന്നെ കിച്ചുവിന് ഇപ്പോൾ കിട്ടിയ ഒരു ഫെയിം, അതായത് കിച്ചുവിന് വരുന്ന ഫോളോവേഴ്സ്, അല്ലെങ്കിൽ കിച്ചു ഇപ്പോൾ പുതിയൊരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങിയിട്ടുണ്ട്, ആ ഒരു കിട്ടുന്ന റീച്ചും എല്ലാവരും രേണുസുതി ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിക്കൊണ്ട് തന്നെ കിട്ടിയതാണ്. എന്നുണ്ടെങ്കിൽ തന്നെ 2 ഭാഗത്തും പൂർണ്ണമായിട്ടും ന്യായീകരിക്കാനോ പൂർണ്ണമായിട്ടും തെറ്റു പറയാനോ ഈ ഒരു കാര്യത്തിൽ സാധിക്കില്ല. രേണുവിനെ പൂർണ്ണമായിട്ടും അടച്ചാക്ഷേപിക്കാനായിട്ട് ഈ ഒരു സമയത്ത് പറ്റില്ല. കാരണം കിച്ചുവിൻ്റെ ഭാഗത്തും ഒത്തിരി മിസ്റ്റേക്കുകളുണ്ട്. അപ്പോൾ എന്തെങ്കിലും തന്നെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്